കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു എവേ ഫിക്ചറാണ് വരാൻ പോകുന്നത്. അതായത് ഈ സീസണിലെ ആദ്യത്തെ എവേ മത്സരം എഗെയിൻസ്റ്റ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പറ്റി പറയുമ്പോൾ സാധാരണഗതിയിലാണ് നമ്മൾ പറയുക നമുക്ക് വലിയ പ്രശ്നമില്ലാത്തൊരു സൈഡാണ് എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നമുക്കറിയാം ഡൂറൻ കപ്പ് ലേറ്റസ്റ്റ് ആയിട്ട് വിൻ ചെയ്തു. മാത്രമല്ല ISLൻ്റെ തുടക്കത്തിൽ നല്ല പെർഫോമൻസാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു മത്സരം വിജയിക്കുകയും ഒരു മത്സരം പരാജയപ്പെടുകയും ചെയ്തു എങ്കിൽ പോലും അവരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് തന്നെയാണ്. ഇപ്പം KBFCയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മളും ഒരു മത്സരം ജയിക്കുകയും ഒരു മത്സരം തോറ്റു നിൽക്കുന്നൊരു സാഹചര്യമാണ്. പക്ഷേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പം മുഹമ്മദിനെതിരെ ജയിച്ചു. ലാസ്റ്റ് മാച്ച് മോഹൻ ബഗാനോടാണ് പരാജയപ്പെട്ടത്. പക്ഷേ അവർ ആ ഒരു മാച്ച് നടത്തിയിട്ടുള്ള പെർഫോമൻസ് വേറെ ലെവൽ തന്നെയായിരുന്നു. അവർ ലീഡ് ചെയ്ത് നിന്നിട്ട് അവസാന മിനിറ്റ്സിലാണ് അതിലൊരു കോൺട്രവേഴ്ഷ്യൽ ഗോളൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയതാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. സോ നോർത്ത് ഈസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലാസ്റ്റ് സീസൺ ഉണ്ടായിരുന്ന അതേ കോച്ചിനെ തന്നെ ഇത്തവണ നിലനിർത്താൻ സാധിച്ചു. അതുപോലെ തന്നെ അവരുടെ സെറ്റായിട്ടുള്ളൊരു ടീമാണ്. അതിലേക്ക് അവരൊരു അപ്ഗ്രഡേഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പം വിദേശ താരങ്ങളുടെ കാര്യമാണെങ്കിലും ഇന്ത്യൻ താരങ്ങളുടെ കാര്യമൊക്കെ ആണെങ്കിലും അങ്ങനെയാണ് ആ ഒരു ടീമിനെ അവർ ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി അവരുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട് ത്രീ തന്നെയാണ്. ആ 3 അറ്റാക്കേഴ്സിൻ്റെ കാര്യം വേറെ ലെവൽ ഫോമിലാണ് കളിക്കുന്നത്. അത് വിങ്ങേഴ്സായിട്ട് കളിക്കുന്ന ജിതിൻ എംഎസ് അറിയാലോ, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് നടന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ അലാദീൻ ആൻഡ് സെൻട്രൽ ഫോർവേഡായിട്ട് കളിക്കുന്ന ഗുല്ലേമോ, ഇവരൊക്കെ ടോപ്പ് ലെവൽ പെർഫോമൻസ് തന്നെയാണ് നടന്നത്. പ്രത്യേകിച്ച് ഒരു കൗണ്ടർ സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ച് കയറുന്ന താരങ്ങൾ തന്നെയാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ല. പിന്നെ ആ മിഡ്ഫീൽഡിൽ അവർക്ക് അതിന് നല്ല സപ്പോർട്ട് കിട്ടുന്ന പ്ലേയേഴ്സാണുള്ളത്. ഇപ്പോൾ ബമ്മാമർ ആണെങ്കിലും ആയക്കണ്ണനാണെങ്കിലും അങ്ങനെ അവരുടെ മൊത്തത്തിലൊരു സ്റ്റാർട്ടിംഗ് 11 കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ ടോപ്പ് ഫോമിലാണ് കളിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ ഹോമിലാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. സോ അവരുടെ ഭാഗത്തു നിന്ന് ആദ്യം മുതൽ തന്നെ ഒരു അറ്റാക്കിംഗ് നമുക്ക് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് മാച്ചിലൊക്കെ കണ്ടതുപോലെ. സോ ഫോർ മീ പറയുകയാണെന്നുണ്ടെങ്കിൽ KBFC ഫസ്റ്റ് ഹാഫിലൊക്കെ കുറച്ച് ഒന്ന് പ്രതിരോധത്തിലൊക്കെ ഫോക്കസ് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. സോ അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും പൊതുവേ നോർത്ത് ഈസ്റ്റിൻ്റെ കളിയിൽ ഇപ്പം അവർക്കങ്ങനെ ഒരു വലിയ ഒരു ബെഞ്ച് സ്ട്രെങ്ത് ഒന്നും അവകാശപ്പെടാനുള്ള ടീമല്ല. സോ നമുക്ക് അതൊക്കെ ആ ഒരു തരത്തിലൊക്കെ വേണമെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ പ്രത്യേകിച്ച് നമ്മുടെ വിങ് ബാക്സ് ഒക്കെ വളരെ കരുതലോടുകൂടി കളിക്കണം. അവരുടെ വിങ്ങേഴ്സൊക്കെ ടോപ്പ് ലെവലിലാണ് കളിക്കുന്നത്. ഇപ്പം സന്ദീപ് ആൻഡ് നോച്ചാണ് കളിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ മാച്ചിൽ സന്ദീപിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് എറേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉറപ്പായിട്ട് പണിഷ് ചെയ്യാൻ കഴിവുള്ള അറ്റാക്കേഴ്സാണ് കളിക്കുന്നത്, പ്രത്യേകിച്ച് അവരുടെ വിങ്ങേഴ്സ്. പിന്നെ ഗുല്ലമ്മയെ പറ്റി പറയുമ്പോഴത്തേക്കും പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി ഒരു ലേസി ആയിട്ട് കളിക്കുന്ന പ്ലെയറാണെന്നൊക്കെ തോന്നുമെങ്കിലും പുള്ളി ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് മുതലാക്കും. അത് ഏത് ആംഗിളിൽ നിന്ന് വേണമെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു ബോഡി യൂസ് ചെയ്ത് കളിക്കാം. അങ്ങനത്തെ ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. അപ്പം അതൊക്കെ തീർച്ചയായിട്ടും കരുതിയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അവരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ നല്ല ഡിഫെൻസീവ്ലി കോമ്പാക്റ്റ് ആയിട്ടുള്ള വിങ് ബാക്സ് ഉണ്ട്. ഇപ്പോൾ ദിനേഷ് ആണെങ്കിലും തൊണ്ടമ്പ ആണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മളുടെ വിങ്ങേഴ്സൊക്കെ അത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പണിയെടുക്കണം വിങ്ങിലൂടെയുള്ള അറ്റാക്സൊക്കെ നടക്കണമെങ്കിൽ. ഫോർ മീ ഒരു ടഫ് മാച്ച് തന്നെ ആയിരിക്കും. എന്താണെങ്കിലും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒന്ന് ഡിഫെൻസീവ് കോമ്പാക്ട് ചെയ്ത് കളിച്ച് സെക്കൻഡ് ഹാഫിൽ നമ്മൾ നമ്മുടെ സൂപ്പർ സബ്സിനെയൊക്കെ ലാസ്റ്റ് മാച്ചിലൊക്കെ യൂട്ടിലൈസ് ചെയ്തപോലെ പൈമാൻ അസർ അങ്ങനത്തെ പോലത്തെ പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ ഇപ്പം ലൂണ അവൈലബിൾ ആണ്, ട്രാവൽ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെയൊക്കെ മിക്കവാറും സെക്കൻഡ് ഹാഫ് യൂട്ടിലൈസ് ചെയ്യാനുള്ള സാധ്യതയാണ്. അപ്പം അതൊക്കെ ഒന്ന് മാക്സിമം ഇത് ചെയ്യുക. പെപ്രോ ഓൾസോ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഞാൻ എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ട് ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 എന്ന് നോക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഒരു 4-3-3 ഫോർമേഷനിൽ ഗോൾ കീപ്പർ എന്ന നിലയിൽ ഗുർമീത്, സെൻട്രൽ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും അഷീർ ആൻഡ് സബാക്കോ എന്നിവർ, അതുപോലെ റൈറ്റ് ബാക്കിൽ ദിനേഷ്, ലെഫ്റ്റ് ബാക്കിൽ തൊണ്ടോബ സിംഗ്, ആൻഡ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും ബമ്മാമർ, മായക്കണ്ണ് എന്നിവർ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ കുറച്ചും കൂടി അറ്റാക്കിംഗ് റോളിലേക്ക് വരുമ്പോൾ മക്കാത്തൻ, ലെഫ്റ്റിൽ അലാദീൻ, റൈറ്റിൽ ജിതിൻ എംഎസ് ആൻഡ് ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിലേക്ക് വരുമ്പോഴത്തേക്കും ഗുല്ലമോ. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഈ 4-3-3 തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഗോൾ കീപ്പർ എന്ന നിലയിൽ സച്ചിൻ സുരേഷ് ആൻഡ് സെൻട്രൽ ബാക്ക് എന്ന നിലയിൽ പ്രീതം കൊട്ടാൽ ആൻഡ് മിലോസ്. റൈറ്റ് ബാക്കിലേക്ക് വരുന്നൊരു സമയത്ത് സന്ദീപ്, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പം ഐബാൻ ഈ ഒരു മാച്ചിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡിഫെൻസീവ്ലി കോമ്പാക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും കൊയ്ഫ്, ബിബിൻ മോഹനൻ ആൻഡ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ ഞാൻ ഐമനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഡാനിഷ് നമുക്കറിയാം ലാസ്റ്റ് പെർഫോമൻസ് ഒക്കെ വീക്കായിരുന്നു എന്നുള്ളത്. അപ്പം എന്നിട്ട് ലൂണെ സെക്കൻഡ് ഹാഫിൽ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. സോ ആൻഡ് അറ്റാക്കിലേക്ക് വരുന്നൊരു സമയത്ത് നോവ, രാഹുൽ എന്നിവർ രണ്ട് വിങ്ങുകൾ ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ഹെസൂസ് എമിനസിനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
സോ ഇത് എൻ്റെ എക്സ്പെക്റ്റഡ് 11 ആണ്. നിങ്ങൾ എന്താണ് ഈ ഒരു മാച്ചിൽ എക്സ്പെക്ട് ചെയ്യുന്നത്? അതുപോലെ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് 11 എന്താണ് എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക കാണിക്കാൻ. സനി ഓഫ്.